2021 മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് ഈ രണ്ട് വിഷയങ്ങളിലും ഉണ്ടായിരുന്ന സമരത്തിൽ ഗുരുതരമല്ലാത്ത രീതിയിലുള്ള കേസുകൾ ഏതൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കും എന്നാണ്. അതെനിക്ക് തോന്നുന്നു നിയമസഭയിൽ ശ്രീ വി ഡി സതീശനോ മറ്റോ ആണ് ചോദ്യം ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് കാലം എത്ര കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത് 2024 ഈ 3 വർഷ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനത്തിനെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സർക്കാരിനുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നു 321 വകുപ്പ് മറ്റോ ആണ് അതിൽ ഉപയോഗിക്കേണ്ടത്. അതിനനുസരിച്ച് കോടതിയുടെ പെർമിഷനും മറ്റു കാര്യങ്ങളുമൊക്കെ വേണം. അതിനനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഗുരുതരമല്ലാത്ത കേസുകൾ ഒഴിവാക്കുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്നിട്ട് ഇതിൻ്റെ ടൈമിങ്ങിനെ ഇപ്പം നോക്കുക, നമ്മൾ ഈ ഒരു സമയത്തേക്ക് അത് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പം ഇത് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം അവതരിപ്പിക്കപ്പെടുന്നത് 2019 എങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട റൂൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ്. അത് ഈ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഇടതുപക്ഷത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിനെയാണ് അവർ ചോദ്യം ചെയ്തത്. ഈ സമയത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രാമക്ഷേത്രം അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അത് ടൈമിംഗ് ഇലക്ഷന് വേണ്ടിയിട്ടാണ്, വോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതോ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നടത്തുന്നതോ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകളിൽ നിന്ന് ഒരു വിഷയത്തിനെ മാത്രം, ശബരിമല വിഷയത്തിനെ മാത്രം മാറ്റി നിർത്തിയതിന് ശേഷം ഒരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാലോ അതിൻ്റെ ടൈമിംഗ് അവിടെ പ്രശ്നമല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തങ്ങളുടെ ഭാഗത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ പണ്ട് നടന്നിട്ടില്ലാത്ത പല വിഷയങ്ങളും ശബരിമല പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഇങ്ങനെ ആരോപിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമ സ്ഥാപനങ്ങളുണ്ടോ അവരെല്ലാവരും തന്നെ ലൈവായിട്ട് തത്സമയം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ തന്നെ ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തയാളാണ് ഈ ചർച്ചയുടെ അവതാരകനായിട്ടുള്ള ശ്രീ ഉമേഷ്. അപ്പോൾ ഇവരെല്ലാം കണ്ടിരിക്കുന്നതും അവർ വഴി നമ്മളെല്ലാം കണ്ടിരിക്കുന്നതും വ്യാജമാണ് എന്നും അതിന് മറ്റൊരു വേർഷൻ ഉണ്ട് എന്നുമാണോ പറയുന്നത്? ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, മുണ്ട് പിടിച്ച് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന്. ഏതൊക്കെ കേസുകളിലാണ്, എവിടെയൊക്കെയാണ് നമ്മളത് കണ്ടത്? നമ്മളാരും കണ്ടില്ല. ഇരുമുടിക്കെട്ട് എടുത്ത് എറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന്. ഏത് ഭക്തന്റെയാണ്? അല്ലെങ്കിൽ തന്നെ അവിടെ ഇരുമുടിയുമായി വരുന്ന ഏത് ഭക്തനെയാണ് മറ്റുള്ള ഭക്തരെ ആക്രമിക്കേണ്ടുന്ന ആവശ്യം എന്താണ്? അവിടെയുള്ള ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? പോലീസാണ്, അഥവാ സംസ്ഥാന സർക്കാരാണ്. അവരാണ് അവിടെ ഈ പറയുന്നത് പോലെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കുന്നത്. മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഭക്തരാണ്. അപ്പോൾ അവിടെ വേറെ ആരാണ് വന്നിരിക്കുന്നത്? കൂട്ടം കൂട്ടമായിട്ട് ചേർന്നിട്ട് DYFIക്കാരോ CPMകാരോ അവിടെ ചെന്നോ? അവരുമായിട്ടൊരു സംഘർഷമുണ്ടായോ? അവരുടെ ആരുടെയെങ്കിലും മുണ്ട് പിടിച്ച് വലിച്ച് അഴിക്കാനായിട്ട് ശ്രമിച്ചോ? അവരുടെ ആരുടെയെങ്കിലും ഇരുമുടി എടുത്ത് എറിയാനായിട്ട് ശ്രമിച്ചോ? അപ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ പറയരുത്. ഇപ്പോഴും ഞാൻ ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ CPMന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ് ശ്രീ ജയരാജ്? ശബരിമലയിൽ ഇപ്പോഴും യുവതീ പ്രവേശമാകാം എന്ന് തന്നെയാണ് നിങ്ങളുടെ നിലപാട്. നേരെ മറിച്ച് നിങ്ങൾ അതിൽ അല്പം വെള്ളമൊഴിച്ച് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി കിട്ടിയിരുന്ന സമയത്ത് ആൾക്കാരുടെ കാലിൽ വീണ് സമസ്താപരാധം പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നയപരമായിട്ടുള്ള ഒരു വ്യതിയാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ശബരിമലയിലെ ഞങ്ങളുടെ നിലപാട് എന്താണെന്ന്. ശ്രീ പിണറായി വിജയനോട് ഇപ്പോൾ ചോദിച്ചു നോക്കൂ, എന്താണ് ശബരിമലയിലെ നിലപാട്? ഈ സമയത്ത് കൺവീനിയന്റ് ആയിട്ട് വല്ല ഹിന്ദു വോട്ടും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ പലരും മിണ്ടാതിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ നിലപാട് മാറിയിട്ടില്ല. നേരെ മറിച്ച് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കൂ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പദവി വഹിക്കുന്നയാളാണ് ഗവർണർ. അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരിട്ടിരുന്ന ഒരു പ്രതിഷേധത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്ന സമയത്ത് എന്ത് ഡയറക്റ്റായിട്ടുള്ള ആരോപണമാണ് പറഞ്ഞിരുന്നത്? എന്തെങ്കിലും നടപടിയെടുത്തോ? അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? അവിടെ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് തനിക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ച് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൃത്യമായ ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ ഗവർണറാണ്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തോ? പൗരത്വ ഭേദഗതി വിഷയത്തിൽ അത് ലളിതമായിട്ട് തള്ളിക്കളയാവുന്ന വിഷയമാണോ? ഗുരുതരമല്ലേ? ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള വിഷയമല്ലേ? അതിലെന്തെങ്കിലും ആത്മാർത്ഥത കാണിച്ചോ? അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. നേരെ മറിച്ച് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ മുസ്ലിങ്ങളുടെ പൗരത്വവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു നിയമത്തിനെ അതിവിടെ ഇംപ്ലിമെന്റഡ് ആയി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പൗരത്വം നഷ്ടപ്പെടുമെന്ന രീതിയിലത്തേക്ക് ഇന്നും പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് നേതാക്കൾ. അപ്പോൾ അങ്ങനെ അവരുടെ ഇടയിൽ, ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭീതി വിതച്ചുകൊണ്ട് അത് കൊയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആരെങ്കിലും ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും തന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. നേരെ മറിച്ച് നിന്റെ ഒന്നും വോട്ട് ഞങ്ങൾക്ക് വേണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കേസ് അതേ വഴിക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അതല്ല എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള തെളിവുമില്ലാത്ത, മറ്റൊരാളിനോട് പറഞ്ഞ് സാധൂകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് കോടതിയാണോ, ഇവിടെ തെളിവ് തരണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സംവാദം സാധ്യമാക്കുക?
ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയരാജ് അത് അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കില്ല. അപ്പൊ താങ്കൾ ഒരു ചർച്ചയിൽ അക്കൗണ്ടബിലിറ്റിയോടുകൂടി പറയുന്ന ഒരു വാദം എന്താണോ അത് തെളിയിക്കാനുള്ള ബാധ്യത താങ്കൾക്കാണ്. ഒരു സംവാദത്തിൽ ഇപ്പുറത്തെ പക്ഷത്തിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചോദിക്കും. ശ്രീ തോമസ് ഐസക്ക്, അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ്. ശബരിമലയിൽ നടക്കുന്ന ഈ സമരത്തിനെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ് ആഭാസ സമരം എന്നല്ലേ പറഞ്ഞിരുന്നത്? ആഭാസ സമരം എന്ന് പറഞ്ഞു. ശ്രീ ജയരാജ് യോജിക്കുന്നുണ്ടോ? എന്ത് ആഭാസമാണ് നിങ്ങൾ അവിടെ കണ്ടത്? തെറി ജപമാണ് അവിടെ, തെറി ജപ സംഘം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളവിടെ നാമജപ സംഘത്തിനെ മാത്രമേ കണ്ടുള്ളൂ. ഏതെങ്കിലും ഒരു ചാനലിന്റെ ഒരു ഫുട്ടേജ് നിങ്ങളെടുത്ത് കാണിക്കും അതിൽ തെറി ജപം നടന്നിരിക്കുന്നതായിട്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വിശ്വാസികളായിട്ടുള്ള ഒരാൾക്കാരെ രാഷ്ട്രീയ ചാപ്പയടിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തിനെ പുച്ഛിച്ചുകൊണ്ട്, ഇവരെ എല്ലാവരെയും രണ്ടാം കിട പൗരന്മാരായി കണ്ടുകൊണ്ട് അവർക്ക് സമാധാനപരമായിട്ട് നാമം ജപിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേലെ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. എന്ത് രീതിയിലുള്ള ജനാധിപത്യ ബോധമാണിത് സാർ? നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല, ഈ ഭരണഘടനയിൽ പറയുന്ന ആർട്ടിക്കിൾ 25, 26, 27 എന്ന് പറയുന്നത് ഈ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കൾക്കുമില്ലേ? ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങൾ എങ്ങനെയാണോ അത് നിങ്ങളുടെ റിലിജിയന്റെ ടെനറ്റ്സ് അനുസരിച്ചായിരിക്കണം എന്ന് പണിക്കർ, എന്ത് ഭരണഘടന എന്ന് ചോദിച്ച നേതാക്കന്മാരൊക്കെ അവരുടെ പാർട്ടിയുടെ മന്ത്രിപദം അലങ്കരിക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അത്തരം ഭരണഘടനയെ പറ്റിയുള്ള ബോധമൊക്കെ എത്രയാണ് നമുക്കറിയാം.